നമസ്കാരം. കേരള സർക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേരള സർക്കാരിന് കയ്യടി മാത്രമാണ് ആവശ്യം. ഓരോ പദ്ധതിക്കും ഫണ്ട് മാറ്റിവെക്കുമ്പോൾ ഈ ഫണ്ട് എവിടെ നിന്ന് ലഭിക്കും എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരമില്ല. ഒരു ഉത്തരമേ ഉള്ളൂ, നമുക്ക് കടമെടുക്കാം. കേന്ദ്ര സർക്കാർ അങ്ങനെയല്ല. ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കൂടിയാണ് ആ ഒരു ഫണ്ട് അല്ലെങ്കിൽ ആ ഒരു ബഡ്ജറ്റ് അവർ നീക്കിവെക്കുന്നത്. അതിനുള്ള പണം കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുണ്ടോ അല്ലെങ്കിൽ അവരുടെ ഖജനാവിലുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് കേന്ദ്ര ധനമന്ത്രി ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. കേരളത്തിന് മാത്രമായിട്ട് കോടികൾ വാരി വിതറാനായിട്ട് കേരളം വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടിലോ അല്ലെങ്കിൽ കേരളത്തിൽ പ്രളയമൊക്കെ വന്ന് ഒരു അടിയന്തരാവസ്ഥയിലോ നിൽക്കുന്ന ഒരു സാഹചര്യമല്ല. കൊടുത്ത പണം പോലും കേരള സർക്കാർ കൃത്യമായി തന്നെ വിനിയോഗിച്ചിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കേന്ദ്രം ആ പൈസയുടെ കണക്ക് ചോദിക്കുമ്പോഴാണ് എന്നെ കേന്ദ്രം ഞെക്കിക്കൊല്ലുന്നേ, എന്നെ കേന്ദ്രം ഉപദ്രവിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനും ബാലഗോപാലും കൂടെ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്. ഇതൊന്നും കേന്ദ്ര സർക്കാരിന് അറിയാനിട്ടല്ല. പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കേരള ധനകാര്യമന്ത്രിയും ഒക്കെ സന്തോഷിപ്പിക്കേണ്ട ഒരവസ്ഥയൊന്നും കേന്ദ്രത്തിലിരിക്കുന്ന ധനമന്ത്രിക്കോ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കോ ഇല്ല എന്ന കാര്യം ഓർക്കണം. ചോദിക്കുമ്പോൾ പണമെടുത്ത് കേരളത്തിലേക്ക് വീശാൻ അവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു മരം കായ്ക്കുന്ന അല്ലെങ്കിൽ പണം കായ്ക്കുന്ന മരമൊന്നും കേന്ദ്ര സർക്കാർ അവിടെ നട്ടുപിടിപ്പിച്ചിട്ടില്ല എന്ന കാര്യവും ബാലഗോപാലും പിണറായി വിജയനും ഓർത്താൽ നന്ന്. കേന്ദ്ര ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യം, അതായത് ഭാരതം എന്ന രാജ്യം മറ്റ് ലോക രാജ്യങ്ങളുടെ മുന്നിൽ കരുത്താർജിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ബൂസ്റ്റർ ഡോസ് ആണ് കേന്ദ്ര ബഡ്ജറ്റ് എന്ന് പറയുന്നത്. കേന്ദ്ര ബഡ്ജറ്റിൽ പല ചിലവുകളുമുണ്ട്. ദേശീയ പദ്ധതികൾ അതോടൊപ്പം തന്നെ കേന്ദ്ര സ്കീമുകൾ കൂടാതെ രാജ്യവ്യാപക ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഇവ കേരളത്തിലും ബാധകമാണ്. പക്ഷെ കേരളത്തിന് വേണ്ടി പ്രത്യേക പാക്കേജ് എന്ന രീതിയിൽ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയില്ല. എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് മാത്രമേ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഒരിക്കലും കേരള സർക്കാർ പ്രഖ്യാപിക്കുന്നത് പോലെ ഒരു പ്രഹസന ബഡ്ജറ്റ് ആയിരിക്കില്ല കേന്ദ്രം പ്രഖ്യാപിക്കുന്നത്. കേരളം പ്രഖ്യാപിക്കുന്നത് വെറും കയ്യടി നേടാനായിരിക്കുമെങ്കിൽ കേന്ദ്ര സർക്കാർ കൃത്യമായി തന്നെ ഓരോ സംസ്ഥാനങ്ങൾക്കും നൽകുക ഓരോ ഫണ്ടുകളും ചെയ്യുന്നുണ്ട്. പിന്നെ അത് കേരളത്തിന് കിട്ടിയില്ല എങ്കിൽ അവിടെ നിന്നും, അതായത് കേരളത്തിൽ നിന്നും വിമാനം കയറ്റിവിട്ട ഒരു 19 എംപിമാരെ ദില്ലിയിലേക്ക് കയറ്റിവിട്ടിട്ടുണ്ട്, പാർലമെന്റിലേക്ക്. അവരുടെ കഴിവുകേട് കൊണ്ട് മാത്രമേ പറയാൻ കഴിയുള്ളൂ. കൂടാതെ ലക്ഷങ്ങൾ കൊടുത്ത പിണറായി വിജയൻ ദില്ലിയിലെ കേരള ഹൗസിൽ ഇരുത്തിയിരിക്കുന്ന KV തോമസിന്റെ കഴിവുകേട് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇതിലൊരു പ്രധാന കാര്യം, കൈ നിറയെ നിർമ്മല സീതാരാമൻ കേരളത്തിന് നൽകിയിട്ടുമുണ്ട്. അതായത് 1.4 ലക്ഷം കോടി രൂപയുടെ ഗ്രാന്റ് ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം കേന്ദ്ര നികുതി വിഹിതത്തിന്റെ 41% സംസ്ഥാനങ്ങൾക്ക് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി 1.4 ലക്ഷം കോടി രൂപ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റായി സംസ്ഥാനങ്ങൾക്ക് ലഭിക്കും. കേരളത്തിന് അധികമായി 11,000 കോടി ദീർഘകാലമായി സംസ്ഥാനം ഉന്നയിച്ചിരുന്ന പരാതികൾക്ക് അറുതി വരുത്തിക്കൊണ്ട് കേന്ദ്ര നികുതി വിഹിതത്തിൽ കേരളത്തിന് വലിയ വർധനവാണ് അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ നികുതി വിഹിതം 1.925% നിന്നും 2.382% ഉയർത്തി. പുതിയ വിഹിതം അനുസരിച്ച് ഈ സാമ്പത്തിക വർഷം കേരളത്തിന് ലഭിക്കുക 36,355 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇത് വെറും 24,500 കോടി രൂപയായിരുന്നു. അതായത് ഇനിയുള്ള 5 വർഷക്കാലം ഓരോ വർഷവും 10,000 കോടി രൂപയിലധികമായി കേരളത്തിന്റെ ഖജനാവിലേക്ക് എത്തും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന ബഡ്ജറ്റിന് പിന്നാലെ നികുതി വിഹിതം കൂടുമെന്ന് ധനമന്ത്രി KN ബാലഗോപാലിന്റെ പ്രതീക്ഷകൾ ഇതോടെ അക്ഷരാർത്ഥത്തിൽ ഫലിച്ചിരിക്കുകയാണ്. 14ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് കേരളത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. ജനസംഖ്യാ നിയന്ത്രണത്തിൽ വിജയിച്ച കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ജനസംഖ്യാ മാനദണ്ഡം തിരിച്ചടിയായപ്പോൾ വിഹിതം കുത്തനെ കുറഞ്ഞിരുന്നു. ഇത് സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത്. എന്നാൽ 16ാം ധനകാര്യ കമ്മീഷൻ അത് 2026 മുതൽ 27 ആ 5 വർഷ കാലയളവിൽ ഈ കുറവ് പരിഹരിക്കുകയായിരുന്നു. കേന്ദ്ര ബഡ്ജറ്റിനെ കേരളത്തിന് ആമയും തേങ്ങയും മാത്രമെന്ന് ജോൺ ബ്രിട്ടാസ് MP പരിഹസിച്ചിരുന്നുവെങ്കിലും ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടിലെ ഈ വർധനവ് സംസ്ഥാന സർക്കാരിന് വലിയൊരു പിടിവള്ളിയാണ്. കേന്ദ്രം സമാഹരിക്കുന്ന നികുതിയുടെ 41% സംസ്ഥാനങ്ങൾക്കായി വീതം വയ്ക്കുന്നത്. ഇതിൽ ലഭിക്കുന്ന, അതായത് കേരളത്തിൽ ലഭിക്കുന്ന ശതമാനത്തിൽ വന്ന വർധനവ് വരും വർഷങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ ഒരു കരുത്തായി മാറും. കേന്ദ്ര ബഡ്ജറ്റിനെ കേരളത്തിന് ആമയും തേങ്ങയും മാത്രമെന്ന് ജോൺ ബ്രിട്ടാസ് MP പരിഹസിച്ചിരുന്നുവെങ്കിലും ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ടിലെ ഈ വർധനവാണ് സംസ്ഥാന സർക്കാരിന് ഒരു ആത്മവിശ്വാസമായി മാറിയത്. അതായത് മുടങ്ങിക്കിടക്കുന്ന റോഡ് നിർമ്മാണങ്ങളും പാല നിർമ്മാണങ്ങളും ഉൾപ്പെടെയെല്ലാം ഈ ഫണ്ടുകൾ വിനിയോഗിക്കാൻ സാധിക്കും. ഇതിൽ കേരളത്തിൽ ലഭിക്കുന്ന ശതമാനത്തിൽ വന്ന വർധനവ് വരും വർഷങ്ങളിൽ
കേരളത്തിന് ഒരു വലിയൊരു ബൂസ്റ്റർ ഡോസായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. നികുതി വിഹിതം കുറഞ്ഞപ്പോൾ ഉണ്ടായ കമ്മി നികത്താൻ കേരളം വലിയ തോതിൽ കടമെടുക്കുമായിരുന്നു. ഇപ്പോൾ വരുമാനം വർദ്ധിക്കുന്നതോടെ കടമെടുക്കുന്ന തുക കുറയ്ക്കാനും അതുവഴി ഭാവിയിലെ പലിശ ബാധ്യത കുറയ്ക്കാനും സംസ്ഥാനത്തിന് സാധിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് കേരളത്തിന്റെ ക്രെഡിറ്റ് റേറ്റിംഗും മെച്ചപ്പെടുത്താനും രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കാൻ ധനകമ്മി കുറയ്ക്കുമെന്നാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഉറപ്പ് നൽകിയത്. 2025-26 വർഷത്തിൽ ധനകമ്മി 4.4% കുറയ്ക്കുമെന്ന വാഗ്ദാനം സർക്കാർ പാലിച്ചു. വരും വർഷത്തിൽ ഇത് 4.3% വീണ്ടും കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത്. സാമ്പത്തിക സുസ്ഥിരതയും വികസന വേഗതയും ഒരുപോലെ കൊണ്ടുപോകാൻ ഈ നീക്കം സഹായിക്കും. ചുരുക്കത്തിൽ സംസ്ഥാനങ്ങളെ ഒപ്പം നിർത്തിയും വമ്പൻ വികസന പദ്ധതികൾക്ക് പണം കണ്ടെത്തിയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ലോകത്തിനു മുന്നിൽ കരുത്തുറ്റതാക്കാനാണ് നിർമ്മല സീതാരാമൻ ഈ ബഡ്ജറ്റിലൂടെ പ്രധാനമായും ലക്ഷ്യം വച്ചിരിക്കുന്നത്.